ഐക്യദാർഢ്യത്തിൻ്റെ പൊരുളറിയുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുന്നുണ്ടല്ലോ, എന്നാൽ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട്? കർത്താവ് പറയും, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറത്തോഴർ ദുഃഖം ആചരിക്കുമോ എന്ന്. 2 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ഒന്ന്, പുതിയതും പഴയതുമായ ഉടമ്പടികളും അവയുടെ വ്യത്യാസവും. ഒന്നാമതായി, യോഹന്നാന്റെ ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നു. അവരും ഫരിസേയരും ഉപവസിക്കുന്നത് പോലെ എന്തുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല? സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷ അതിൻ്റെ സ്വഭാവത്തിൽ കർശനവും എളിമയുള്ള മാനസാന്തരത്തിന് ഊന്നൽ നൽകുന്നതുമാണ്. യോഹന്നാന്റെ ശിഷ്യന്മാർ അത് അനുകരിക്കുകയും തങ്ങളുടെ സ്വന്തം ജനത്തിൻ്റെ പാപത്തിൻ്റെ വെളിച്ചത്തിൽ ശരിയായ വിനയം കാണിക്കുകയും ചെയ്തു. ഫരിസേയരും അവരുടെ ഉപവാസത്തിന് പേരുകേട്ടവർ ആയിരുന്നു. എന്നാൽ അവർ അത് താഴ്മയുള്ള മാനസാന്തരത്തിൻ്റെ മനോഭാവത്തിൽ നിന്നല്ല ചെയ്തിരുന്നത് എന്ന് മറുപുറം. ഈ 2 കൂട്ടരും ഉപവസിച്ചതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉപവസിച്ചില്ല എന്നതാണ് ഇവിടെ സാരം. രണ്ടാമത്തെ തത്വം അഥവാ ചിന്ത, മെശിഹ ഇവിടെ ഉള്ളതിനാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. യേശുനാഥൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളിടത്തോളം മണവാളൻ്റെ സുഹൃത്തുക്കൾക്ക് അഥവാ മണവറത്തോഴർക്ക് ഉപവസിക്കുവാൻ വിലപിക്കുവാൻ കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അന്ന് അവർ ഉപവസിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇവിടെ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരെയോ ഫരിസേയരെയോ അനുഗമിക്കുവാനോ അനുവർത്തിക്കുവാനോ വിളിക്കപ്പെട്ടവരല്ല. യേശുനാഥൻ ഒരു താക്കീത് പോലെ പറയും, മണവാളനെ അവരിൽ നിന്നും അകറ്റുന്ന നാളുകൾ വരും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ വാക്കുകളിൽ ഒരു ചെറിയ ഇരുണ്ട തലം കിടപ്പുണ്ട്. അവർ എന്നെ ബന്ധിച്ചുകൊണ്ട് പോകുവാൻ ഒരുങ്ങുന്നു എന്ന് യേശു പറഞ്ഞതുപോലെയായിരുന്നു അത്. എൻ്റെ ക്രിസ്തുബന്ധം ക്രിസ്തുവിൻ്റെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാന അനുഭവത്തിൻ്റെ ബന്ധം തന്നെയാണ്. അതാണ് കർത്താവ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. യേശുനാഥൻ ഒരു പുതിയ വീഞ്ഞനുഭവവും ഒരു പുതുവസ്ത്രാനുഭവവുമായി അവർക്ക് പകർന്ന് കൊടുക്കുകയാണ്. കർത്താവ് പറയും, പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടം ഛേദിക്കപ്പെടുകയും വീഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്യും. യഹൂദമതത്തിലെ പഴയ സ്ഥാപനങ്ങളെ അഥവാ പഴയ ചിന്താഗതികളെ, മനോഭാവങ്ങളെ നന്നാക്കാനോ നവീകരിക്കുവാനോ അല്ല താൻ വന്നത് എന്ന് കർത്താവ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. മറിച്ച് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കാനാണ് ഞാൻ വന്നത്. ആ പുതിയ ഉടമ്പടി തന്നെയാണ് പുതുവീഞ്ഞ്. അത് ഒരിക്കലും പഴയ തോൽക്കുടത്തിലോ പഴയ സംവിധാനത്തിലോ പഴയ മനോഭാവത്തിലോ നിയമത്തിലോ എടുത്തു വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ കർത്താവ് പറയും, പുതിയ ഉടമ്പടി പഴയതിനെ മെച്ചപ്പെടുത്തുക മാത്രമല്ല, അത് മാറ്റി സ്ഥാപിക്കുകയും അതിനപ്പുറത്തേക്ക് കടന്ന് ചെല്ലുകയും ചെയ്യുന്നു. യേശുനാഥൻ ഒരു പുതുവസ്ത്ര അനുഭവം നൽകുവാൻ വേണ്ടി കടന്നു വന്നവനാണ്. ഒരു പുതിയ വസ്ത്രം തൻ്റെ പ്രിയമുള്ള ജനത്തിന് തുന്നിച്ചേർത്ത് ഇട്ടുകൊടുക്കുവാൻ വേണ്ടി. പഴയതിനെ പുതുക്കുവാനല്ല, പുതിയതായി മാറ്റുവാൻ, നവീകരിക്കുവാൻ, പുനഃക്രമീകരിക്കുവാനും പുനഃസൃഷ്ടിക്കുവാനും യേശുനാഥൻ കടന്നു വന്നു. നമ്മുടെ അനുദിനമുള്ള ക്രിസ്തുബന്ധം പഴയതിനോട് പുതിയതിനെ ചേർത്ത് വയ്ക്കുവാനല്ല, പഴയതിനെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും ഒരു പുതുവീഞ്ഞിൻ്റെയും പുതുവസ്ത്രത്തിൻ്റെയും അനുഭവമായി നാം മാറേണ്ടതുണ്ട്. നമ്മുടെ ദുഃഖങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിക്കുവാനല്ല, മറിച്ച് ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ സന്തോഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടതുണ്ട്. പുതിയതായി ഓരോ ദിനവും ജീവിക്കേണ്ടതുണ്ട്. പ്രിയരെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ നവ്യാനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് അനുദിനം ക്രമപ്പെടുത്താം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.